എൻ്റെ പേര് ചാന്ദിനി ബോസ്. ഞാൻ പഠിച്ചത് GVHSS കൽപ്പകഞ്ചേരി സ്കൂളിലാണ്. എനിക്കിപ്പോൾ SSLCയിൽ ഫുൾ A+ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ജീനിയസിലെ ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഫുൾ A+ കിട്ടണേൽ. ഓരോ മാസവും നടക്കുന്ന പരീക്ഷകൾ ഞങ്ങൾക്ക് പരീക്ഷേനോടുള്ളൊരു പേടി കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കോൺഫിഡൻസ് തരാനും പിന്നെ SSLCക്ക് മുന്നേ ഉള്ള പ്രീ SSLC എക്സാമൊക്കെ നല്ല എന്താ പറയുക അതേ രീതിയിൽ തന്നെയാണ് നടത്തിയത്. ടൈമും എല്ലാം അതേപോലെ വെച്ചിട്ട്. അപ്പം അതൊക്കെ നമുക്ക് ശരിക്കുള്ള പബ്ലിക് എക്സാമിനോട് അത്രയ്ക്ക് അങ്ങോട്ട് പേടി തോന്നാത്ത രീതിയിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോ മാസം നടത്തുന്ന എക്സാംസ് ആയാലും നമുക്ക് ഒരു പേടിയും കൂടാണ്ട് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പിന്നെ നടത്തുന്ന എക്സാംസ് ആയാലും ഇതിൻ്റെ ഒരു ബേസിലായിരിക്കും അത്. ഇങ്ങനത്തെ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ആവും ഏകദേശം വരുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആവും എക്സാംസ്. വിനോദ് കുമാർ ശുക്ലയുടെ നിരാശയോട് ഒരു വ്യക്തി ഇരുന്നിരുന്നു എന്ന കവിതക്ക് നരേശ് സക്സേന എഴുതിയ വ്യാഖ്യാനമാണ് ഈ പാഠഭാഗം. ഈ കവിതയിൽ മൗലികതയും കാവ്യത്തിൻ്റെ സൗന്ദര്യവും കാണാൻ കഴിയുന്നു. ലളിതമായ വാക്കുകളിൽ എഴുതിയ കവിതയുടെ അർത്ഥം വളരെ വിശാലമാണ്. നമുക്ക് ആ കവിതയിലേക്ക് ഒന്ന് കടക്കാം. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरे हाथ पकड़कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे, साथ चलने को जानते थे, साथ चलने को जानते थे. ഇനി ആ കവിതയുടെ അർത്ഥമെന്തെന്ന് നമുക്കൊന്ന് നോക്കാം. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയോടൊരു വ്യക്തി ഇരുന്നിരുന്നു. നിരാശയോടെ, ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ, വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാ ഥാ, നിരാശയെ അറിയുന്നുണ്ടായിരുന്നു. അഥവാ വിനോദ് കുമാർ ശുക്ല പറയുകയാണ്, ഞാനൊരു വ്യക്തിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നത് അവൻ്റെ നിരാശ മാത്രമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു. മേനെ ഹാത്ത് ബടായ, ഞാൻ കൈ നീട്ടി. മേരെ ഹാത്ത് പക്കടുക്കർ വഹ് ഗഡാ ഹുവ, എൻ്റെ കൈ പിടിച്ച് അയാൾ എണീറ്റ് നിന്നു. മുझे വഹി നഹീ ജാൻതാ ഥാ, എന്നെ അയാൾക്കറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബടാനെ കോ ജാൻതാ ഥാ, ഞാൻ കൈ നീട്ടിയത് അയാൾക്കറിയാമായിരുന്നു. ഹം ദോനോം സാത്ത് ചലെ, ഞങ്ങൾ ഒന്നിച്ച് നടന്നു. ദോനോം ഏക് ദൂസരെ കോ നഹി ജാൻതേ ഥേ, ഒരാൾ മറ്റൊരാളെ പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ, ഒന്നിച്ച് നടക്കുന്നത് അറിയാമായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയേണ്ടത് എന്ന് വിനോദ് കുമാർ ശുക്ല ഈ കവിതയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. നമ്മളൊരു വ്യക്തിയുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ മനുഷ്യനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു വ്യക്തിയെ തിരിച്ചറിയേണ്ടത്. വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതക്ക് നരേശ് സക്സേന എഴുതുന്ന टिप्पणीയിലേക്ക് നമുക്ക് കടക്കാം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है.
किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. എന്താ പറയുന്നതെന്ന് നോക്കൂ. വിനോദ് കുമാർ ശുക്ലിനെ കുറിച്ച് നരേശ് സക്സേന പറയുകയാണ്. വിനോദ് കുമാർ ശുക്ല അപ്പിനി മൗലികത കെ സാത്ത് ഹി, തൻ്റെ മൗലികതയോടൊപ്പം തന്നെ അഥവാ ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ ഭാഷ കി അൻഘടത കെ ലിയെ വിഖ്യാത് ഹെ, ഭാഷയുടെ രൂപമില്ലായ്മയിലും അഥവാ ഘടനയില്ലായ്മയിലും പ്രസിദ്ധനാണ്. വിഖ്യാത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധൻ, മൗലികത എന്ന് പറഞ്ഞാൽ മൗലികത്വം, അൻഘടത എന്ന് പറഞ്ഞാൽ രൂപമില്ലായ്മ, ഘടനയില്ലായ്മ. കിന്തു ഇസ് കവിതാമേ, എന്നാൽ ഈ കവിതയിൽ മൗലിക് ഹോനെ കെ സാത്ത് ഹി, മൗലികതയോടൊപ്പം തന്നെ വേ കാവ്യശില്പ കെ സിദ്ധ കവി കി തരഹ് ഭി ദിക്കായി ദേത്തെ ഹെ, അദ്ദേഹത്തെ കാവ്യശില്പത്തിലെ ഒരു സിദ്ധനായ, സിദ്ധൻ എന്ന് പറഞ്ഞാൽ കഴിവുറ്റ കവിയെ പോലെയും കാണപ്പെടുന്നു. വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം തന്നെ, മൗലിക ചിന്താഗതികളോടൊപ്പം തന്നെ ഭാഷയുടെ രൂപമില്ലായ്മയിലും പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടേതായിട്ടുള്ള രൂപമുണ്ടാവില്ല. അതിന് ഉദാഹരണമാണ് ഈ കവിത. ഇങ്ങനെ എഴുതുന്നതിലും ആര് പ്രസിദ്ധനാണ്? വിനോദ് കുമാർ ശുക്ല പ്രസിദ്ധനാണ്. എന്നാൽ ഈ കവിതയിൽ മൗലിക ചിന്താഗതികളോടൊപ്പം തന്നെ അദ്ദേഹം കാവ്യശില്പത്തിലെ ഒരു കഴിവുറ്റ കവിയെപ്പോലെയും കാണപ്പെടുന്നു. കവിത കെ അർത്ഥ്, ഈ കവിതയുടെ അർത്ഥം ഇത്തിനെ സഹജ്, ഇത്ര സ്വാഭാവികമായതും, സഹജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികം, ഔർ സാഫ് ഹെ കി, വ്യക്തവുമാണ്, കി എത്രത്തോളം എന്നാൽ ഉനെ വ്യാഖ്യാ കി ദർക്കാർ നഹി ഹെ, അതിന് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല, വിവരണത്തിൻ്റെ ദർക്കാർ ആവശ്യം വരുന്നില്ല. സരൾ ശബ്ദം വാലെ വാക്യ, ലളിതമായ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വാക്യങ്ങൾ, സ്വയം അപ്ന മർമ്മ കഹ് ദേത്തെ ഹെ, അവയുടെ സാരാംശം പറഞ്ഞു തരുന്നു. കവിതയുടെ അർത്ഥം ഇത്രത്തോളം സ്വാഭാവികമായതും വ്യക്തവുമാണ്. എത്രത്തോളം? ഉന്നെ വ്യാഖ്യാക്കി ദർക്കാർ നഹി, അതിനൊരു വിവരണത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. സരൾ ശബ്ദവും വാലെ വാക്ക്, ലളിതമായ ശബ്ദങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാക്യങ്ങളാണ്, സെൻറ്റൻസുകളുള്ളത്. അത് സ്വയം അതിൻ്റെ അർത്ഥം അത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? പറഞ്ഞു തരുന്നു. അത്രയ്ക്ക് ലളിതമാണ് വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിത എന്നതാണ് നരേശ് സക്സേന പറയുന്നത്. വ്യക്തി കോ മേ നഹി ജാനതാ ഥാ, ഹദാശാ കോ ജാനതാ ഥാ. വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു, അവൻ്റെ നിരാശയായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നത്. കത്തെ ഹി വേ, ഈ പറഞ്ഞതിലൂടെ അദ്ദേഹം ജാനിനേക്ക് അറിയുക എന്നുള്ള, ജാനി പഹ്ജാനി രൂഢിക്കോ, നമ്മുടെ പരിചിതമായ പാരമ്പര്യത്തെ തോട് ദേത്തെ ഹേ, പൊട്ടിച്ചു കളയുന്നു, തകർത്ത് കളയുന്നു. ഒരു മനുഷ്യനെ നമ്മൾ പരിചിതമായ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്ന് നോക്കൂ. ജോ വ്യക്തിക്ക് നാം, ആ വ്യക്തിയുടെ പേര്, പത്തേ അഡ്രസ്, ഉംറെ വയസ്സ്, ഓഹിദേ പദവി, യാ ജാതി സെ, അല്ലെങ്കിൽ ജാതി കൊണ്ടുമാണ് ജാനേക്കോ ജോഡ്തി ഹെ, തിരിച്ചറിയുക എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഇങ്ങനെയല്ല നമ്മളൊരു മനുഷ്യനെ പരിചിതമായ പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് തിരിച്ചറിയുന്നത് ആ വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഉംറ് വയസ്സ്, ഓഹിദെ പദവി, യാ ജാതി സെ, ജാതി കൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മനുഷ്യനെ പാരമ്പര്യമായിട്ട് നമ്മുടെ രീതി അനുസരിച്ച് തിരിച്ചറിയുന്നത്. ഇങ്ങനെയല്ല തിരിച്ചറിയേണ്ടത് എന്ന് ഈ കവിതയിലൂടെ വിനോദ് കുമാർ ശുക്ല നമുക്ക് പറഞ്ഞു തരുന്നു എന്നാണ് ആര് പറയുന്നത്? നരേശ് സക്സേന പറയുന്നത്. അപ്പോൾ ഇവിടെ മക്കളെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഹമാരി ജാനി പഹ്ജാനി രൂഢി സേ ഹം ഏക് വ്യക്തി കോ കൈസെ പഹ്ജാൻതെ ഹെ, നമ്മുടെ പരിചിതമായ പാരമ്പര്യം അനുസരിച്ച് നമ്മളൊരു വ്യക്തിയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഉത്തരം എന്താണ്? വ്യക്തിക്ക് നാം, പത്തേ ഉംറ്, ഓഹ്ദെ യാ ജാതി സെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. യദി ഹം കിസി വ്യക്തി കോ എന്നാൽ നമ്മൾ ഒരു വ്യക്തിയുടെ ഉസ്കി ഹതാശ അവൻ്റെ നിരാശ ഇച്ഛാഭംഗം, അസഹായത നിസ്സഹായത യാ അല്ലെങ്കിൽ ഉസ്കെ സങ്കട സെ നഹി ജാനത്തെ തോ അവൻ്റെ സങ്കടം കൊണ്ടും നഹി ജാനത്തെ തോ അറിഞ്ഞില്ല എങ്കിൽ ഹം കുച്ച് നഹി ജാനത്തെ നമുക്ക് ഒന്നും അറിയില്ല എന്നതാണ് സാരം. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? എങ്ങനെയാണ്? ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ സങ്കട സെ. അപ്പോൾ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. ഹം ഏക് വ്യക്തി കോ കൈസെ പഹചാന ചാഹിയെ. നമ്മളൊരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയണം? എങ്ങനെ തിരിച്ചറിയേണ്ടത്? ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ സങ്കട സെ. ഇങ്ങനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഹം കുച്ച് നഹി ജാനത്തെ നമുക്ക് ഒന്നും അറിയില്ല എന്നതാണ് സാരം. എന്നിട്ട് ഒരു ഉദാഹരണം കൊടുക്കുന്നത് നോക്കൂ. സഡക് പർ ഘായൽ പടെ അപരിചിത വ്യക്തി കോ ദേഖ് കർ. റോട്ടിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട്, സഡക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, ഘായൽ എന്ന് പറഞ്ഞാൽ മുറിവ്, റോട്ടിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് ക്യാ ഹം കഹ സക്തേ ഹൈ കി, എന്താ നമുക്ക് പറയാൻ സാധിക്കുമോ? ഉസേ ഹം നഹി ജാനത്തെ, അവനെ നമുക്കറിയില്ല എന്ന്. നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് വല്ല ബൈക്ക് അപകടമോ മറ്റോ സംഭവിച്ച് റോട്ടിലിങ്ങനെ മുറിവേറ്റ് കിടക്കുകയാണ്, ഒരാൾ പരിക്കേറ്റ് കിടക്കുകയാണ്. ഈ കിടക്കുന്ന സമയത്ത് നമ്മളവിടെ പോയിട്ട് ചോദിക്കുമോ? അവൻ്റെ പേര് ചോദിക്കുമോ? അവൻ എവിടെയുള്ളതാണെന്ന് ചോദിക്കുമോ? അഡ്രസ്സ് ചോദിക്കുമോ? ഇല്ല. നമ്മളവിടെ എന്ത് ചെയ്യും? വാസ്തവത്തിൽ എന്ത് തിരിച്ചറിയണമെന്നാണ് നരേഷ് സക്സേന നമുക്ക് പറഞ്ഞു തരുന്നത്. वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. वास्तव में हम जानते हैं कि വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയും. എന്താ തിരിച്ചറിയുക? യഹ് വ്യക്തി മുസീബത്ത് മേ ഹെ, ഈ വ്യക്തി ആപത്തിലാണ്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത്. ഈ വ്യക്തി ആപത്തിലാണ്, അപകടത്തിലാണ്. ഇസേ ഹമാരി മദദ് കി ജറൂറത്ത് ഹെ, ഇവൻക്ക് നമ്മളുടെ സഹായത്തിൻ്റെ, ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. മദദ് എന്ന് പറഞ്ഞാൽ എന്താ? സഹായം. സഹായത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും അല്ലേ? ഒരു വ്യക്തി മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞു തരികയാണ്. എങ്ങനെ തിരിച്ചറിയണം? ആ വ്യക്തി മുസീബത്തിലാണ്. യഹ് വ്യക്തി മുസീബത്ത് മേ ഹെ, ഇസേ ഹമാരി മദദ് കി ജറൂറത്ത് ഹെ. യഹ് കവിത, ഈ കവിത മനുഷ്യ കോ മനുഷ്യ കി തരഹ് ജാനനെ കി, മനുഷ്യനെ പോലെ തിരിച്ചറിയാനുള്ള, അറിയാനുള്ള യാദ് ദിലാത്തെ ഹെ, ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത. അപ്പോൾ ഈ കവിത എന്താണ്? മനുഷ്യനെ പോലെ അറിയുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത. അങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കവിത ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? മനുഷ്യനായിട്ടാണ്. അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ വേഷവിധാനമോ മറ്റോ നോക്കിയിട്ടല്ല. നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തിരിച്ചറിയണം. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. वह मुझे नहीं जानता था, അവന് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ, കൈ നീട്ടിയതായിരുന്നു അറിഞ്ഞിരുന്നത്. ഹം ഏക് ദൂസരെ കോ നഹി ജാൻതേ തെ, ഞങ്ങൾ പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചൽന ജാൻതേ തെ, ഒരുമിച്ച് നടക്കുന്നത് അറിയാമായിരുന്നു. യഹ് നഹി ജാനിന ഔർ ജാനിന, ഈ അറിയില്ല അറിയാം എന്നത്
इस कविता में ഈ കവിതയിൽ കിസി ലോകഗീത് കെ സ്ഥായി കി തരേ ഏതെങ്കിലും ഒരു നാടൻ പാട്ടിൻ്റെ ആദ്യ പദത്തെ പോലെ ബാർ ബാർ ലൗട്ട്താ ഹെ പല തവണകളായിട്ട് തിരിച്ചു വരുന്നു. അഥവാ നെഹി ജാനന ജാനന എന്നുള്ള ഈ പ്രയോഗം ഈ കവിതയിൽ ഒരു നാടൻ പാട്ടിൻ്റെ ലോക്ഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടിൻ്റെ സ്ഥായി എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തെ പോലെ പല തവണകളായിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, ഗദ്യത്തിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു കവിതയിൽ ലിറിക്കൽ, അതിൻ്റെ ലിറിക്സ് അഥവാ അതിൻ്റെ വരികൾ, യ അല്ലെങ്കിൽ ഗീതാത്മകത കാ ബോധ്, സംഗീതാത്മകത ബോധം അഥവാ ഗാനാത്മകതയുടെയോ പ്രത്യേകതയുള്ള ഇസ് ഹൂബി കെ സാത്ത്, ഈ മേന്മയോടുകൂടെ ഹിന്ദി കി കിസ് കവിതാമേ ആയാ ഹെ, ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയുണ്ടെന്ന് യാദ് നഹി ആരഹ, എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നെഹി ജാനന ജാനന എന്നുള്ളത് ഈ കവിതയിൽ ഒരു നാടൻ പാട്ടിൻ്റെ ആദ്യ പദത്തെ പോലെ എന്ത് ചെയ്യുന്നു, ആവർത്തിച്ചു വരുന്നു. ഗദ്യത്തിൽ എഴുതിയ ഒരു കവിതയുടെ ലിറിക്കൽ അല്ലെങ്കിൽ അതിന് ഗാനാത്മകത ബോധം, ഒരു സംഗീതാത്മകത ബോധമുള്ള ആ മേന്മയോട് കൂടിയിട്ടുള്ള ഒരു കവിത വേറൊന്ന് ഹിന്ദിയിലുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പാഠഭാഗത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് അവിടെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി കാണിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, കവിത കെ ശില്പ പക്ഷ പർ ലേഖക് കെ നിരീക്ഷൺ ക്യാ ക്യാ ഹെ, കവിതയുടെ നിർമ്മാണ രീതിയെക്കുറിച്ച് ലേഖകൻ്റെ നിരീക്ഷണം എന്താണ്? വീണ്ടും നരേഷ് സക്സേന പറയുന്നത് നോക്കൂ. ജൈസെ കിസി ഗസൽ മേ ആഖരി ഷേർ കി ആഖരി ശബ്ദ श्रोताओं के जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഇസ് കവിത ഗസൽ സേ ക്യാ സംബന്ധ് ഹെ, ഈ കവിത ഗസലുമായിട്ട് എന്താണ് ബന്ധം എന്ന് നോക്കൂ. ജയ്സെ എപ്രകാരം എന്നാൽ, കിസി ഗസൽ മേ, ഏതെങ്കിലും ഒരു ഗസലിൽ ആഖിരി ഷേർക്ക് ആഖിരി ശബ്ദ്, അവസാന ഈരടികളുടെ അവസാന ശബ്ദം, ശ്രോതാവോം കെ ജുബാൻ പർ, ശ്രോതാക്കളുടെ ജുബാൻ നാവിൽ, ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ്, ജുബാൻ എന്ന് പറഞ്ഞാൽ നാക്ക്, നാവിൽ ആപ്പ് സേ ആപ്പ് ആ ജാത്തേ ഹെ, സ്വയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വൈസേ ഹി, അപ്രകാരം ഇസ് കവിത കെ അന്തിം ശബ്ദ്, ഈ കവിതയുടെ അവസാന ശബ്ദമായ സാത്ത് സാത്ത് ചലന കെ ബാദ്, സാത്ത് സാത്ത് ചലനയുടെ ശേഷം യദി കവിതാ പാട് രോക്കി ദിയാ ജായത്തോ, എന്നാൽ കവിതാ പാരായണം തടഞ്ഞാലും നിർത്തിയാലും സുനനെ വാലെ കേൾക്കുന്നവർ ഹുദ് വാക്യ പൂരാ കർ ദേഗെ, സ്വയം ആ വാക്യം എന്ത് ചെയ്യും, ആ സെൻറ്റൻസ് പൂർത്തീകരിക്കും. അവർ കഹെങ്കിൽ, അവർ പറയും ജാൻതേ ധേ, ജാൻതേ ധേ എന്ന് പറയും എന്നാണ് ഈ കവിതയുടെ ഭംഗിയെക്കുറിച്ച് നരേഷ് സക്സേന നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഗസലിൻ്റെ അവസാന ഈരടികളുടെ അവസാന ശബ്ദം ശ്രോതാക്കളുടെ നാവിൻ്റെ തുമ്പത്ത് എങ്ങനെയാണോ വന്നുകൊണ്ടിരിക്കുന്നത്, അപ്രകാരം ഈ കവിതയുടെ അന്തിമമായ അവസാന ശബ്ദം സാത്ത് സാത്ത് ചലനൻ്റെ ശേഷം കവിതാ പാരായണം നിർത്തിയാലും കേൾക്കുന്നവർ ആ സെൻറ്റൻസ് പൂർത്തീകരിക്കും. അവരെന്ത് പറയും? പൂർത്തീകരിച്ച് ജാനതേ ധേ എന്ന് പറയും എന്നാണ് ലേഖകൻ പറയുന്നത്. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देते हैं. शेष पंक्तियाँ उसी कहे गए को सघन और गहरा करती है. എന്താ പറയുന്നത് നോക്കൂ. യഹ് കവിത, ഈ കവിത ജാനനെ ശബ്ദ കെ രൂഢീഗ്രസ്ത് അർത്ഥക്കോ, അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ, രൂഢീഗ്രസ്ത് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരസെ ബദൽ ദേതി ഹെ, പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്നു ഈ കവിത. ഇസ് കവിത കി പഹലി ദോ പങ്ക്തിയോ മേം ഹി, ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് വരികളിൽ തന്നെ കവി അപ്പിനി പൂരി ബാത്ത് കഹ് ദേത്തെ ഹെ, കവി തൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ കവിത കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക്
എന്താണോ ആശയം എത്തിക്കേണ്ടത് ആ ആശയം മുഴുവനായിട്ട് 2 വരികളിലൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കവി പറയുന്നുണ്ട് അല്ലേ. ഹതാശാസേയക്ക് വ്യക്തി ബൈഠ് ഗയാത, നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു. വ്യക്തി കോ മേ നഹി ജാന്തത, വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാന്തത, നിരാശയായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവൻ്റെ നിരാശ കണ്ടിട്ടാണ് എന്നാണ് കവി നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു തന്നതും. അപ്പോൾ ബാക്കിയുള്ള വരികൾ എന്തിനാണ് തന്നത്? ശേഷ് പങ്ക്തിയാം, ശേഷമുള്ള വരികൾ ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞതിനെ എന്താക്കാനാണ്? സഘൻ, സ്ട്രോങ് ആക്കാനും, സഘൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതാക്കാനും, ഗഹര കർത്തി ഹേ, ആഴത്തിലുള്ളതുമാക്കാനാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീപ്പാർത്ഥവും ആ കവിതയെ ഒന്ന് സ്ട്രോങ് ആക്കാനുമാണ് ബാക്കിയുള്ള വരികൾ കവി എന്ത് ചെയ്തത്, ഉപയോഗിച്ചത്. കവിത കാ സന്ദേശ് ഹേക്കി, കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യതാ കാ എഹ്സാസ്, 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തിൻ്റെ തോന്നൽ. മനുഷ്യത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, മനുഷ്യത്തിൻ്റെ എഹ്സാസ് എന്ന് പറഞ്ഞാൽ തോന്നൽ, മനുഷ്യത്വത്തിൻ്റെ തോന്നൽ. യാനി അതായത് മാനവീയ സംവേദന ഹോന ജരൂരി ഹേ, മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. മാനവീയ സംവേദന ഹോന ജരൂരി ഹേ, മാനുഷിക പരിഗണന ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ജാൻകാരിയാം ജറൂറത്ത് നഹി ഹേ, അതിനെ അറിയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എന്താണ് പറയുന്നത്? ഇസ് കവിത കാ സന്ദേശ് ക്യാ ഹേ, ഈ കവിതയുടെ സന്ദേശം എന്താ? ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. 2 മനുഷ്യന്മാരുടെ ഇടയിൽ മനുഷ്യത്വത്തിൻ്റെ തോന്നൽ അഥവാ മാനവീയ പരിഗണന ഉണ്ടാകൽ എന്താണ്? അത്യാവശ്യമാണ്. ജാൻകാരിയാൻ ജറൂറത്ത് നഹി ഹേ, അതിന് തിരിച്ചറിയേണ്ട ആവശ്യമില്ല. ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ടതും. മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയുന്ന രീതിയെയാണ് മനുഷ്യൻ മനുഷ്യത്വമെന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടതും. ഈ കവിതയിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. കിന്തു യഹ് സന്ദേശ്, എന്നാൽ ഈ സന്ദേശം കവിതമേ ഉപദേശ് കി തരഹ് നഹി ആത, ഈ കവിതയിൽ ഉപദേശത്തെ പോലെ വരുന്നില്ല. ഒരു നിരാശനായ വ്യക്തിയെ കാണിച്ചു തന്ന് അതിലൂടെ ഒരു കവിത എഴുതി അദ്ദേഹം നമുക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് പരിഗണിക്കാനുള്ള ആ സന്മനസ്സിനെ നമ്മളിൽ വാർത്തെടുക്കാനാണ് ഈ കവിത ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഗുഡ് ബൈ.